നമുക്കിന്നേ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ? അപ്പൊ തുടങ്ങല്ലേ? എന്നാ വാ, നമുക്ക് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാല ഉണ്ടാക്കാവേ. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ജീരകം, ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. പിന്നെ പൊടി ഐറ്റംസ് ആണ്. അതിലേക്ക് നമുക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്പൈസി ആവണം എന്നുള്ളവർക്ക് മുളക് പൊടി കാശ്മീരിയും സാധാ മുളക് പൊടിയും പകുതി പകുതിയായിട്ട് എടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ്റെ ഒരു മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. മാഗി ക്യൂബും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. കളർ ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ഒരു നുള്ളു കളറൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഐറ്റംസ് നമ്മൾ 1/4 കപ്പ് ഓയിലാണ്, റിഫൈൻഡ് ഓയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഓയിലും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിത് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത മസാല വേണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ചിക്കനിൽ. അപ്പോൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ്, വലിയ പീസാണ്. അപ്പോൾ അതൊന്ന് കത്തിക്കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എല്ലാം കൂടി മസാല ചേർത്ത് വെക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റിയാണ് ഈ മന്തി. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ പിറ്റേന്ന് എടുത്തിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ചിക്കൻ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും കൂടി അതിന് മുകളിൽ വെതറി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആദ്യം തീയൊന്ന് കൂട്ടിയിട്ടിട്ടും പിന്നെ തീ കുറച്ചിട്ടിട്ടും നന്നായി നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. അപ്പൊ സെപ്പറേറ്റ് ഇതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല, വെള്ളവും ചേർക്കുന്നില്ല. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങും, പിന്നെ ഓയിലിന്റെ കണ്ടന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് അതിൽ കിടന്നതിന് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടേ. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ്റെ മാഗി ക്യൂബ് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ബേ ലീഫ്, ഇത്രയും. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ഡ്രൈഡ് ലെമൺ കൂടി ചേർക്കാം, ഉണക്ക നാരങ്ങ, അതും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ബസ്മതി വൈറ്റ് സെല്ലയോ ഗോൾഡൻ സെല്ലയോ റൈസ് എടുക്കാം. മന്തിയുടെ ഒരു റൈസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങി നമ്മൾ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണേ, റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. 1/4 വേവോട് കൂടി തന്നെ റൈസ് നമ്മൾ ഊറ്റിയെടുത്തിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് വരുമ്പോൾ അതിന് മുകളിലേക്ക് എല്ലാം ഊറ്റി നിരത്തി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കുക. പച്ചമുളക് മുഴുവനോട് കൂടി കുത്തി വെച്ച് കൊടുക്കുക. കളർ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനൊരു ഭംഗിക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ചാർക്കോള് നമ്മൾ കത്തിച്ച് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് അടച്ച് വെച്ച് അത് കുറച്ച് ഒരു 2 മിനിറ്റോളം കൂടി ഒന്ന് തീയിലിട്ട് ചൂടാക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്, അത് ഞാൻ പിന്നെ ഇടാം കേട്ടോ അതിൻ്റെ റെസിപ്പി. ശേഷം നമ്മൾ തുറന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനൊക്കെ ആയിട്ടുള്ളത് കണ്ടില്ലേ വിട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു മൈനിങ് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.